നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ രസകരമായ എന്നൊരു കുടുംബത്തിൻ്റെതായ ഒരു വിഷയമാണ് നമ്മളിത് പറയാൻ പോണത്. 65 വയസ്സായി, കണ്ണിൽ കുറച്ച് തിമിരുണ്ട്. അങ്ങനെ കോഴിയായ ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മൾ പറയാൻ പോണത്. കോഴി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കോഴി വേറെ ഉണ്ടാവില്ല. അതേപോലെയാണ് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പർക്ക് പിന്നെ ഒരു ജീവാത്മാവും പരമാത്മാവും പെണ്ണുങ്ങൾ മാത്രമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഭാര്യയില്ല. അദ്ദേഹത്തിനൊരു മകനുണ്ട്. മകൻ കല്യാണം കഴിച്ചു. ആ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ടൗണിൽ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് മകനുണ്ട്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റും മകൻ നോക്കി നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനച്ചൻ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വിളയാട്ടങ്ങൾ നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ തോന്നും, ഓ അത് ഇത്രയും വൃത്തികെട്ടവനാണോ അല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും നമുക്ക് വിഷയത്തിൽ കിടക്കാം. അപ്പോൾ മകനോട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേ എനിക്ക് കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരിക, അപ്പോൾ എത്രയും പെട്ടെന്ന് നീ എൻ്റെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ മൂപ്പർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് കണ്ണ് കാണാണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെണ്ണുങ്ങളെ നോക്കുക? പെണ്ണുങ്ങളെ കുണ്ടി നോക്കണം, മുല നോക്കണം, അവരെ മുഖം നോക്കണം, അവരെ വയറ് നോക്കണം. ഇതൊക്കെ കാണണമെങ്കിലും അവരെ പരിപാടിക്ക് വിളിക്കണമെങ്കിലും എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കണ്ണ് കാണണ്ടേ? അയാൾക്ക് മസ്റ്റായിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ നമ്മുടെ മകൻ പറഞ്ഞു, അച്ഛന് പേടിക്കണ്ട, അച്ഛന് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ഡേറ്റും തന്നിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മകൻ നിൽക്കണം. അപ്പോൾ ഇങ്ങേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ പോയി തുറന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മൂപ്പരും സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മകൻ പോകുമ്പോൾ മകൻ്റെ ബൈക്കിന് പിന്നിൽ പോവാം. പക്ഷെ അത് ചെയ്യില്ല. മൂപ്പരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് കാത്ത് വെക്കും. ബസ് കാത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്താഞ്ച ബസ്സിന് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഒരിക്കലും മൂപ്പര് ബാക്കിൽ കയറിയില്ല, മുമ്പിൽ കൂടെ കയറുള്ളൂ. പിന്നെ ഇത് വയസ്സായ ആളല്ലേ, കണ്ണിനും കാഴ്ച കുറവുള്ള ഇങ്ങനെ നിൽക്കുമ്പോൾ ആരും അത്ര കണ്ട് ശ്രദ്ധിക്കില്ല. കയറി മുമ്പിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മൂട്ടിൽ വന്ന് മൂപ്പര് കൊട്ടി നിന്നാലേ മൂപ്പർക്ക് സന്തോഷമാവുള്ളൂ. മൂപ്പര് നിന്ന് അങ്ങനെ ചെല്ലുമ്പോൾ മൂപ്പർക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ചില നേരത്ത് ചില പെണ്ണുങ്ങളിങ്ങനെ എന്തുകൊണ്ടാ ഈ ലാടം വെച്ച് കുത്തുന്നത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വയസ്സായ ആളാണ്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രായമുള്ള ആളല്ലേ, എന്ത് പറയണമെന്ന് വിചാരിച്ചിട്ട് ചില പെണ്ണുങ്ങളൊന്നും പറയില്ല. ചില പെണ്ണുങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ അവർ പറയും കണ്ണിന് കാഴ്ച കുറവാണ്, ബസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ മേല് മുട്ടേണ്ടതാണ്, അല്ലാണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ എന്ന് പറഞ്ഞ് മൂപ്പര് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ മൂപ്പരുടെ സ്വഭാവം. അങ്ങനെ മൂപ്പര് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണ് തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ആ പെണ്ണിനെ കാണാനും ആ പെണ്ണിനോട് എന്തെങ്കിലും പഞ്ചാര വർത്താനം പറയാനും ആ പെണ്ണിനെ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടുമ്പോൾ ഒന്ന് തൊടാനൊക്കെയായിട്ട് മൂപ്പര് പോണത് അവിടെ. അല്ലാണ്ട് മകനെ സഹായിക്കാനല്ല. മകൻ എങ്ങനെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് അപ്പം ചെന്ന് പെണ്ണിനോട് പറയും, നിന്നെ എനിക്ക് നിന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് നിന്നെ ഒന്ന് പരിപാടി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നീ അന്ന് രാത്രി വരാം, നീ നിന്റെ ഭർത്താവ് ഇറങ്ങി കഴിയുമ്പോൾ നീ വാതിലൊന്ന് തുറന്നിട്, ഞാൻ എത്താമെന്ന് പറയും. അപ്പോൾ ഇവൾക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഈ തട്ടലും മുട്ടലും പെണ്ണത് സഹിക്കാൻ നിൽക്കുക. ദിവസം വന്ന് വാല് തുറന്നിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വരും ചെയ്യും. വന്ന് നോക്കുമ്പോൾ വാല് തുറന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു, നീ വാതിൽ തുറന്നിട്ടില്ല അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് ചോദിക്കും, നീ ഇന്നലെ ഞാൻ രാത്രി വന്നിട്ട് എത്ര നേരം കാത്തുന്നു, നീ വാതിൽ തുറന്നാ എന്ന് പറയും. അങ്ങനെയാണ് മൂപ്പര സ്വഭാവം. അതുപോലെ തന്നെ മൂപ്പര് വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ കവലകളിലൊക്കെ ഇങ്ങനെ ചില പെണ്ണുങ്ങൾ വേശികൾ നിൽക്കുന്നുണ്ടാവും. അവരെടുത്ത് ചെല്ലും. അതിൽ ചോദിക്കും, നിങ്ങളുടെ റേറ്റ് എത്രയാണ്? അപ്പോൾ പറയും ഇത്രയാണ് റേറ്റ് എന്ന് പറയും. അതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തൂടെ? അപ്പോൾ ഈ പെണ്ണുങ്ങൾ പറയും ഡിസ്കൗണ്ട്. ഈ വയസ്സായ ആൾക്കാർ എന്ത് ഡിസ്കൗണ്ടാണ് ചോദിക്കുന്നത്? അല്ല, ഞാൻ വയസ്സായ കാരനാണ് ഡിസ്കൗണ്ട് ചോദിക്കുന്നത്. ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ തള്ളൊടിക്കാൻ ഞാൻ നിൽക്കില്ല. എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ അയച്ചിട്ട് കണ്ടാൽ മാത്രം മതിയാവും, വേറൊന്നും ഞാൻ ചെയ്യില്ല. അന്നാട്ട് ഇങ്ങോട്ട് വാ, ഈ വയസ്സായ ആളല്ലേ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്യും. ആ പൈസ പറഞ്ഞു, ആ ഡിസ്കൗണ്ട് പറഞ്ഞ് കൊണ്ടു ചെല്ലും. അതിൻ്റെ ഹോട്ടലിൽ റൂം എടുക്കും. പരിപാടിക്ക് കഴിയുമ്പോൾ അതിൽ നിന്ന് മൂപ്പര് ചിലപ്പോൾ 100 രൂപ കുറയ്ക്ക് കൊടുക്കും. അപ്പോൾ പറയും, അമ്മാവൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു, പക്ഷേ അമ്മാവൻ ചെറുപ്പക്കാരനേലും വലിയ കഷ്ടം നമുക്ക് തോന്നിയത്. എന്നിരുന്നാലും പിന്നെ കാശ് കുറയ്ക്കല്ലേ ഏട്ടാ എന്ന് പറയും. എന്നാൽ നീ അടുത്ത പ്രാവശ്യം നീ ചിലപ്പോൾ വരില്ല, 100 രൂപ കുറച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആ 100 രൂപ ഉള്ളിൽ കൊടുക്കും. അങ്ങനെ മൂപ്പര സ്വഭാവം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് വേറൊരു പരിപാടിയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മൂപ്പര് എണീറ്റ് വന്നു കഴിഞ്ഞാൽ മകൻ്റെ റൂമിൽ വന്നിട്ട് ചെകിട് ഓർത്ത് നിൽക്കും. അവിടെ വല്ല പരിപാടി നടക്കുന്നുണ്ടോ, അത് വല്ല കാണാനായിട്ട് വല്ല താപ്പുണ്ടോ എന്നൊക്കെ ഈ തപ്പി നോക്കും. അപ്പം ഭാര്യയും ഭർത്താവുമ്പോൾ എന്നും പരിപാടി ഉണ്ടാവില്ലല്ലോ. ചില ദിവസം കാണാൻ പരിപാടി ഉണ്ടാവും. അതിന് ഒരു ദിവസം പിന്നെ ഒരു വർത്തമാനങ്ങൾ കേൾക്കണം, അവർ കളിച്ചെറികൾ കേൾക്കണം. അപ്പോൾ മനസ്സിലായി ഇന്ന് നല്ല പരിപാടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പതുക്കെ ഇവിടെ വാതിൻ്റെ അവിടെ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് തപ്പി പിടിച്ച് നോക്കുക.
അങ്ങനെ അപ്പോഴേക്കും അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് എന്തോ പുറത്തൊരു ശബ്ദം കേട്ടോട് കൂടിയിട്ട് മരുവോള് വേഗം വന്ന് വാല് തുറക്കി പിന്നെ ആരും കാണാനില്ല. ഇയാളപ്പോഴേക്കും ഓടി, ആരും കാണാനില്ല. നോക്കിയാൽ പിന്നെ അവിടെ ഒരു തോർത്ത് എടുക്കണം. ഇയാൾ ഏത് നേരത്തും തോളത്ത് ഒരു തോർത്താത്. നോക്കിയപ്പം മരുവൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛൻ വന്ന് നോക്കിയതാണ് ഈ കളി. എന്തായിരുന്നാലും നമുക്ക് വലിയ തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പറയാനും പറ്റില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ മരുവൾ എന്തെങ്കിലും പണി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മൂപ്പര് ഓടി വരും. എന്നിട്ട് പറയും അച്ഛൻ എന്തെങ്കിലും സഹായിക്കണ. അപ്പോൾ പറയും അച്ഛൻ ഒന്നും സഹായിക്കണ്ട, അച്ഛൻ അവിടെ അകത്ത് തന്നിരുന്നാൽ മതി, ഞാനെല്ലാം ശരിയാക്കുള്ളൂ. അത് പറഞ്ഞാൽ ശരിയാവില്ല, അച്ഛൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കത്തിയൊക്കെ മേടിക്കും. അപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ട്, ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചിലപ്പോൾ ഈ മരുവളാഞ്ചനെ ഒക്കത്തിരുന്നിട്ടാവും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നത്. അപ്പോൾ പറയാം ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു സഹായം ചെയ്യാം, നീ ആ മോളെ ഇങ്ങോട്ട് കട്ടിയേ, മോളെ ഞാൻ കൊണ്ടുപോയി കളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മോളെ എടുക്കുന്നതോട് കൂടിയിട്ട് മോളെയും ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട് മോളെ കൊണ്ടുപോവുക. ഇത് കണ്ടപ്പോൾ പിന്നെ മോളെ കയ്യിൽ കൊടുക്കില്ല, മോളെ നിലത്ത് വയ്ക്കും, അവൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഇതാണ്. പിന്നെ അതുപോലെ തന്നെ മരുവൾ എപ്പോഴാണ് കുളിക്കുന്നത് നോക്കി മൂപ്പര് നിൽക്കും. കുളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓടിച്ചെന്ന് പതുക്കെ, ബാത്റൂമിൽ നിന്ന് ഒന്നും കാണുമൊന്നുമില്ല, വെറുതെ വെള്ളം വീഴുന്ന ശബ്ദം, തോർത്തണ ശബ്ദം, സോപ്പ് തേക്കണ ശബ്ദം മാത്രം കേട്ടാൽ മതി മൂപ്പർക്ക് സന്തോഷമായി. അപ്പോൾ ഒരു ദിവസം വരെ പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി മൂപ്പര് ബാത്റൂമിൽ അവിടെ നിൽക്കണം. എന്താ ഇവിടെ? അല്ല മോളെ, ഞാനേ ദീപട്ടെ ഇങ്ങനെ ഒരു കയറ് കെട്ടി കഴിഞ്ഞാൽ ഇവിടെ തോരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണോ എന്നിങ്ങനെ ആലോചിക്കുക. പുള്ളിക്ക് മനസ്സിലായി തന്തേരെ കഴുപ്പ് എന്താണ്, ഈ കോഴി എവിടേക്കാണ് പോകണമെന്നുള്ളത് മരുവൾക്ക് മനസ്സിലായി. മരുവൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഭർത്താവിനോട് പറയണില്ല. പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭർത്താവിനോട് പറയാത്തത്. അങ്ങനെ ഒരു ദിവസം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവള് യാദൃശ്യമായിട്ട് നോക്കി പിന്നെ ഇവളുടെ റൂമിലുണ്ട്, ഇവള് പുറത്ത് പോയി കിടന്നത്, രാവിലെ എന്തോ ആശുപത്രിക്ക് വേണ്ടി പുറത്ത് പോയി കിടന്നത്. പുറത്ത് പോയി വന്നപ്പോൾ വാതിലൊക്കെ തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം മരുവളുടെ ഉള്ളിയെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ മരുവളുടെ 2-3 ഷഡ്ഡി എടുത്തിട്ടുണ്ട് ഇയാൾ കിടന്ന് ഉമ്മ വയ്ക്കുന്നത്. ഇത് കണ്ടോട് കൂടിയിട്ട് ഇവൾക്ക് ആകെ അങ്ങോട്ട് നാണക്കേടും വൃത്തികേടും ആകെ ഇയാൾ മരുവൾ എന്തിനാ വെച്ചാൽ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയാത്ത രീതിയിൽ കയറി വന്നു. അപ്പോൾ ഇത് കണ്ടോട് കൂടിയിട്ട് ഇവൾക്ക് ഭയങ്കര ഇറിറ്റേഷനായി. ഇവളെന്തുണ്ടായി എന്തായാലും ഇയാളുടെ ഭർത്താവിനോട് പറഞ്ഞേ ഒക്കൂ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു വിചാരിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛൻ്റെ സ്വഭാവം ശരിയല്ല, ഭർത്താവിനോട് പറയണം നിങ്ങളുടെ അച്ഛൻ്റെ സ്വഭാവം ശരിയല്ല കേട്ടോ, പല പ്രാവശ്യം പല രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്, അതെനിക്ക് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയായ കാരണം ഒന്നുമില്ലെങ്കിൽ നമ്മൾ അച്ഛനോടെ താമസിച്ചോട്ടെ, നമുക്ക് വേറെ വാടകയ്ക്ക് എടുത്ത് പോവാം. അപ്പോൾ ഭർത്താവിനാണ് വിശ്വാസമില്ല, എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ, നിനക്കിനി അച്ഛനോട് ഒറ്റയ്ക്കിട്ടിട്ട് എന്നെ കൊണ്ട് വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു ഉദ്ദേശമാണോ നിൻ്റെ മനസ്സിൽ എന്ന് ചോദിക്കും. പറയാം അതല്ല, എനിക്ക് നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നുണ പറയേണ്ട കാര്യം, നിങ്ങളുടെ അച്ഛനെല്ലാം ചെയ്തതാണ് എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു തെളിവില്ലാണ്ട് എങ്ങനെ അച്ഛനോട് ഞാൻ ചോദിക്കുക, തെളിവ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ ആളില്ല അവിടെ. അങ്ങനെ ബെഡ് എടുത്ത് ബെഡ് മാറ്റിയേക്ക് പിന്നെ ഇവളുടെ പല ഷഡ്ഡികളും ബ്രേസിലുകളും അയാളുടെ ബെഡിൻ്റെ അടിയിൽ അയാൾ വെച്ച് കൊടുക്കുക. ഇത് കണ്ട നിങ്ങൾ, ഞാനിത് മുമ്പേ കണ്ടതാ, എൻ്റെ ഷഡ്ഡികളും ബ്രേസുകളും പല പ്രാവശ്യം ഇവിടുന്ന് പോവാറുണ്ട്. അപ്പം ഞാനിത് അന്വേഷിക്കാറില്ല. പക്ഷേ ഒരു ദിവസം എൻ്റെ ഷഡ്ഡി എടുത്ത് നിങ്ങളുടെ അച്ഛൻ ഉമ്മ വയ്ക്കുന്നുണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഷഡ്ഡിയും ബ്രേസുകളൊക്കെ കൊണ്ടുപോകണത് ആരാണെന്നുള്ളത്. ഞാൻ വിചാരിച്ചു വല്ല കാക്ക കൊണ്ടുപോകാനോ തോരിടാൻ പോകുമ്പോൾ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ അച്ഛനാണ് ഈ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞു. ഇത് കണ്ടോട് കൂടിയിട്ട് ഈ ഭർത്താവിന് മനസ്സിലായി അച്ഛനിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അച്ഛനോട് ഒന്ന് പറഞ്ഞു, അച്ഛനെന്തായാലും നാളെ നമ്മളുടെ തിമിര ഓപ്പറേഷനാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റായി തിമിര ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് ഇവിടുന്ന് താമസം മാറ്റുക. അപ്പോൾ ചോദിച്ചു എന്താണ് കാരണമൊന്നുമില്ല, അച്ഛൻ ഒറ്റയ്ക്ക് നിന്നോന്നേ, അച്ഛന് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടെത്തിക്കാം, അവിടെ നിന്ന് വെച്ചിട്ട് കൊണ്ടെത്തിക്കാം, അച്ഛൻ ഇവിടെ സ്വന്തമായിട്ട് താമസിച്ചോ എന്ന് പറയും. അപ്പോൾ അയ്യോ അത് നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിൻ്റെ മകളെയും എൻ്റെ മോളെ പോലെയാണ് ഞാൻ നിൻ്റെ ഭാര്യനെ കാണുന്നത്, അവരൊന്നും ഈ വീട്ടിലില്ലാണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് നീ പറയണത്, അത് ശരിയാവില്ല, നിങ്ങൾ പോയാൽ ശരിയാവില്ല. അപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല, അച്ഛനിപ്പോൾ അവനൊരു കാര്യം ചെയ്യാൻ അച്ഛനൊരു കല്യാണം കഴിച്ചോ, അതാണ് നല്ലത്, കല്യാണം കഴിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു.
അപ്പോഴാണ് അവൻ പറയണത്, അച്ഛൻ ആ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ആ പെണ്ണിനോട് വളരെ മോശമായി പെരുമാറിയ, അതുപോലെ തന്നെ അവളെ വീട്ടിൽ വന്ന് വാതിൽ വന്നിടാൻ പറഞ്ഞു, അവൾ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്, എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ വേറെ. അപ്പോൾ അതുകൊണ്ട് അച്ഛനൊരു കല്യാണം എന്തായാലും അത്യാവശ്യമാണ്. ഞാൻ എവിടെന്നെങ്കിലും ഒരു മാട്രിമോണിയിൽ കൊടുത്തിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് തരാം. അച്ഛനും ആ അമ്മയും കൂടി ഇവിടെ, ആ കല്യാണം കഴിക്കുന്ന പെണ്ണും കൂടി ഇവിടെ താമസിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഞാൻ ചെയ്യുന്നതല്ല, എൻ്റെ ഉപബോധ മനസ്സിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ചെയ്യണതാണ്, അല്ലാണ്ട് എനിക്ക് ആരും ഒരു വിഷമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മാട്രിമോണിയിൽ കൊടുത്തിട്ട് ഒരു 60 വയസ്സായ ഒരു അമ്മച്ചേനെ കിട്ടി. ആ അമ്മച്ചേനെ കല്യാണം കഴിച്ചു കൊടുത്ത് അദ്ദേഹത്തിനെ ആ വീട്ടിലങ്ങോട്ട് നിർത്തി. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനം. ഇവരെന്തുണ്ടായിച്ചിട്ട് ഭാര്യയും ഭർത്താവും കുട്ടിയും കൂടി വേറെ വീടെടുത്ത് വേറെ താമസാക്കി. അപ്പോൾ ചില വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് ചികിത്സിക്കണം ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വെറുതെ കുടുംബങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ട് പോകണ്ടല്ലോ. ഇത് ഈ വികാര വിചാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതാണ്, പക്ഷി മൃഗാദികൾക്കുള്ളതാണ്, പൂച്ചയ്ക്കും പട്ടിക്കും എല്ലാവർക്കും ഉണ്ട് വികാര വിചാരങ്ങൾ. അത് ആ വിഷം ഇറക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. ഇറങ്ങി അവർ സമൂഹത്തിന് വലിയൊരു ഭീഷണിയായിട്ട് മാറും. അപ്പോൾ അതിലും ഭേദം കല്യാണം കഴിച്ചു കൊടുക്കുക, അവരെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് എപ്പോഴും ഒരു പെണ്ണ് അത്യാവശ്യമാണ്. അത് മകൻ ആദ്യം ചിന്തിക്കാത്തതാണ് ഈ വക വിഷയങ്ങൾക്കൊക്കെ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ആ കല്യാണം കഴിച്ച അമ്മാമേനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് മൂപ്പര് കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒറ്റ കാര്യം പറയണല്ലോ, ഞാൻ ഒരു തുണയില്ലാണ്ട് അപ്പുറത്തെ റൂമിൽ കിടക്കുക, നീ നിൻ്റെ ഭാര്യേനെയും വിളിച്ച് കളിച്ച് ചിരിച്ച് പരിപാടി ചെയ്ത് നടക്കുക. എനിക്ക് വർഷക്കാലം ആകുമ്പോൾ ഒന്ന് ചെയ്തില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാനായാലും ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വയ്ക്കാൻ ഒരാൾ വേണ്ടേ? എൻ്റെ ഊരയിൽ ഒരു കുരു വന്നു കഴിഞ്ഞാൽ ഇത്തിരി മരുന്നിട്ട് തരാനായിട്ട് എനിക്ക് നിൻ്റെ ഭാര്യയോട് പറയാൻ പറ്റുമോ? അതിന് എനിക്കൊരാൾ വേണ്ടേ? അത് നീ ആദ്യം ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ടായത് കേട്ടാ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണിന് നല്ല കാഴ്ച കിട്ടി. ആളൊരു കോഴിയായിട്ട് പുറത്ത് പോകാറില്ല, ബസ്സിന് മുമ്പിൽ കയറാറില്ല, മരുമോളെ ആ രീതിയിൽ കാണാറില്ല. ഇവിടെ വീട്ടിൽ വിഷയം കിട്ടിയപ്പോൾ ആ വിഷയൻ്റെ മുകളിലായി മൂപ്പരെ പണി. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.